ഇന്നത്തെ വീഡിയോ നല്ല ചൂടാവി പറക്കുന്ന ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. ചാള മീൻ കറിയാണ്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. അപ്പം നമുക്കും എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന മീൻകറിയാണ്. ഇത് ചോറിനാണെങ്കിലോ ചപ്പാത്തിക്കാണെങ്കിലോ അതുപോലെ തന്നെ പുട്ടിനോ എന്തിനു വേണമെങ്കിലും കഴിക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഈ മീൻകറി മാത്രം മതി. ഇനി ഇതിനു വേണ്ടി ഒഴിക്കാനായിട്ട് വേറൊരു കറിയോ അതുപോലെ തന്നെ വേറൊന്നും വേണ്ട. ഇത് ഒരു കഷ്ണം മീനും ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഒരു നേരത്തെ ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഇത്. അപ്പോൾ കണ്ടോ, ഞാൻ ശകലം കട്ട് ചെയ്ത് നല്ല ചൂടുണ്ട്, കഴിച്ച് നോക്കട്ടെ. നമ്മൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാളമീൻ കറിയാണ് ഞാൻ ചെയ്യാൻ പോണത്. അതിനൊരു 10 ചാളമീനുണ്ട്, അത് ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പം ഇത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്കാണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറി, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചത്, അത് ഒരു പീസ് ഇഞ്ചി ചതച്ചത്, ഒരു 3 ചെറിയ ഉള്ളിയാണ്, ഒരു 5 വെളുത്തുള്ളിയുണ്ട്, അതും ചതച്ചതാണ്, ഒരു 3 പച്ചമുളകുണ്ട്, അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ ഒരു തക്കാളിയാണ്, ഒരു വലിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി വേണ്ടത് പൊടികളാണ്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഉണ്ട്, മുളക് പൊടി ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത്രയും മീനായതുകൊണ്ട് 2.5 മതി. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അതായത് കളറിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് മതിയാവും. ഇനി ഇത് നമ്മുടെ കുടംപുളിയാണ്. അപ്പം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അത് ഞാനൊരു 3 or 4 പീസ്, നമ്മൾ തക്കാളിയും കൂടി ചേർക്കുന്നത് കൊണ്ട് ഒരു 3 പീസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 3 പീസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം, എന്നാലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഒരു 1.5 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുക, കണ്ടോ, കൈ കൊണ്ട് തന്നെ കലക്കി നോക്കുക. ഇത്രയും മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/4 കപ്പും കൂടി, അപ്പോൾ 1.25 കപ്പ് വെള്ളം അത്രയും ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി 2 കപ്പ് വെള്ളം എടുത്തതിൽ ബാക്കി വെള്ളം ഇതിലുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളയ്ക്കണം. ഒരു തിള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്നതിന് മുന്നേ ഇടരുത്, ഇല്ലെങ്കിൽ മീനിൻ്റെ ഈ ഉരുമ്പെന്നാണ് പറയുന്നത്, ഈ ഒരു ഭാഗമുണ്ട്, നമ്മൾ ക്ലീൻ ചെയ്താലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് കറിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കറിക്കൊരു രുചി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. സ്പൂൺ കൊണ്ടെടുത്തിട്ട് കൊടുക്കാം. ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നല്ല പോലെ തിളയ്ക്കണം. ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് മീനൊന്ന് തിളപ്പിക്കണം, മീൻ കറിയൊന്ന് തിളപ്പിക്കണം. അതിന് ശേഷം സിമ്മിലാക്കി വെച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. മീൻകറി ഒരിക്കലും തുറന്ന് വെച്ച് നമ്മൾ വേവിക്കരുത്. അപ്പം മീൻകറി അടച്ച് തന്നെ വെച്ച് വേവിക്കണം. അപ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് നമുക്ക് നല്ല ഈ പാത്രം കൊണ്ട് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. നമ്മുടെ മീൻകറി
തിളച്ച് വന്നിട്ടുണ്ട്, ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒരു ശകലം ചാറോട് കൂടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ അവർ ഈ ഒരു കറി മാത്രമേ വെക്കത്തുള്ളൂ ചോറിന് വേണ്ടി കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കോ പുട്ടിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ കറി കഴിക്കാം. ഇനിയിപ്പോൾ ഞാൻ ചാള മീൻ കൊണ്ടാണ് ചെയ്തത്, നിങ്ങൾക്ക് ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു സ്പൂൺ നല്ലപോലെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫാക്കണം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ തീ കത്തിക്കരുത്. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പം നമ്മുടെ സ്പെഷ്യൽ മീൻ കറി റെഡിയാവും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മീൻ കറി ചെയ്തെടുക്കാം. അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.